മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർക്ക് വകുപ്പുകളായി മാറ്റമില്ലാതെ സുപ്രധാന വകുപ്പുകൾ. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും. സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം സഹമന്ത്രി. ജോർജ് കുര്യന് ന്യൂനപക്ഷം ഫിഷറീസ് ഉൾപ്പെടെ വകുപ്പുകൾ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് CPIM. സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും. PP സുനീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് CPI. ജോസ് കെ മാണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി. ലീഗ് സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ നാളെ പത്രിക സമർപ്പിക്കും. പന്തീരങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ മലക്കം മറിഞ്ഞ പെൺകുട്ടി. രാഹുൽ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചില്ലെന്നും സ്ത്രീധനം വാങ്ങിയില്ലെന്നും വെളിപ്പെടുത്തൽ. മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. ആരോപണം വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നെന്നും യുവതി വീഡിയോയിൽ. ബാർക്കോഴ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് റോജി M. ജോൺ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തദ്ദേശ വാർഡ് വിഭജന ബില്ല് പാസാക്കിയ നിയമസഭ. ബില്ല് പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ. വേഗത്തിൽ ബില്ല് പാസാക്കിയത് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടെന്ന് മന്ത്രി MP രാജേഷ്. കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCC രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുര്യച്ചിറയ്ക്ക് സസ്പെൻഷൻ.